1 ഇയർ ബാക്കിൽ ഞങ്ങൾ പോയ ഒരു ട്രാവലിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് കുറേ ആയിട്ട് എൻ്റെ ഗാലറിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഇടണമെന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷേ എന്താ പറയുക, വേറെ വേറെ വീഡിയോസൊക്കെ വന്നപ്പോൾ ഇതങ്ങ് അതിലങ്ങ് മുങ്ങിപ്പോയി. അപ്പം ഞങ്ങളിന്ന് പോകുന്നത് അരണ്യ റിസോർട്ട് എന്ന് പറയുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ടിലേക്കാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വട്ടിളകാറുണ്ട് എവിടെയെങ്കിലും ഇങ്ങനെ ട്രാവൽ പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എത്ര ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണിത്. ഇതിൻ്റെ പേര് അരണ്യ റിസോർട്ട് ബൈ മൃഗവനി എന്നാണ്. മൃഗവനിയുടെ തന്നെ വേറെ റിസോർട്ടുകളും ഉണ്ട്. അതിലൊന്നാണ് ഇത്. നമ്മുടെ അവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ, 1 hour ദൂരമേ ഉള്ളൂ. നമ്മളുടെ അവിടെ 1 hour ഡിസ്റ്റൻസിൽ ഒരുപാട് റിസോർട്ട്സ് ഉണ്ട്, നല്ല റിസോർട്ട്സ് ഉണ്ട്. ഇത് ഒരുപാട് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അടുത്ത് തന്നെ ഡീർ പാർക്കുണ്ട്. എത്ര മാനുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അറിയോ ഈ റിസോർട്ടിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ. അവരവിടെ ഫെൻസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഗവൺമെൻറ്റിൻ്റെ ഡീർ പാർക്കാണ് ഉള്ളത്. അവിടെ നമ്മൾ ചെന്നപ്പോൾ ആക്ച്വലി അവർ പറഞ്ഞു ഡേ ടൈമിൽ അവൈലബിൾ അല്ല, ഈവനിങ് ആകുമ്പോൾ വെയിലത്ത് അത് വെളിയിൽ വരില്ല അത്ര, ഈവനിങ് ആയാലും മാത്രമേ കാണാൻ കഴിയുന്നു. പക്ഷേ ഞങ്ങൾ ഈവനിങ് നമ്മൾ റിസോർട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ ഫെൻസിൽ കൂടെ നോക്കിയപ്പോൾ ഉള്ളിൽ ഡീർ പാർക്കിൽ കൂടെ കുറേ ഡീർസ് നടക്കുന്നുണ്ടായിരുന്നു. ഒരു ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞാലും അങ്ങനെ കാട് മൂടിക്കിടക്കുന്ന എന്താ പറയുക വൈൽഡ് ആനിമൽസ് ഉള്ള ഇതൊന്നും അല്ല കേട്ടോ, ഫോറസ്റ്റൊന്നും അല്ല. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കരമായിട്ട് എനിക്ക് നൊസ്റ്റാൾജിയ വന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് കേരളയിൽ എത്തിയ ഒരു എന്താ പറയുക, വയനാട്ടിലെയോ ഒക്കെ ഒരു റിസോർട്ടിൽ പോയ ഒരു ഫീലിംഗ് ആണ് എനിക്ക് വന്നത്. കാരണം ഹൈദരാബാദിൽ ഇതുപോലെ ഒരു റിസോർട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല കേട്ടോ. ഫുള്ള് ഗ്രീനറിയാണ്, ഫുൾ ഗ്രീനറിയും പിന്നെ ആ വലിയ വലിയ റോക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത്ര വലിയ റോക്സൊക്കെ നമ്മൾ നാട്ടിലാണ് ഒരുപാട്. പക്ഷേ ഇവിടെ അത് ഞാൻ കണ്ടതും ശരിക്കും ഷോക്കായിപ്പോയി കേട്ടോ. ഇതൊക്കെ ഈ കാണുന്ന ചെറിയ വീടുകൾ മാതിരിയുള്ളതെല്ലാം കോട്ടേജസാണ് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് കോട്ടേജസാണ്. അതിൻ്റെ റേറ്റിനനുസരിച്ചാണ് ആ കോട്ടേജസിൻ്റെ സ്റ്റൈലിഷും അതിൻ്റെ വ്യൂസും ഒക്കെ വരുന്നത്. ഇപ്പം ഞാൻ മുമ്പിലേക്ക് വരുമ്പോൾ ഞാനൊരു കോട്ടേജ് കാണിച്ചു തരാമേ. ആ കോട്ടേജ് വളരെ നന്നായിട്ടുണ്ട്. അതിന് ഭയങ്കര സൂപ്പർ വ്യൂ ആണ്. അതിലാരും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ വെറുതെ അതിന് സ്റ്റെപ്പിൽ കയറിയിട്ടത്, അത് മേളിലായിട്ടാണ് കണ്ടോ, നിങ്ങൾ കാണാൻ കഴിയും. താഴത്തെ സ്റ്റെപ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ വെറുതെ ആ സ്റ്റെപ്പിൽ കയറി മേളിൽ പോയപ്പോഴേക്കും അവിടെ ഇരിക്കാനായിട്ടെല്ലാം ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ സൂപ്പർ ഉണ്ടാവും അതിൻ്റെ വ്യൂ. ഇവിടെ നിന്ന് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ആക്ച്വലി ഞാനത് എടുക്കാനായിട്ട് മറന്നുപോയി ആ വീഡിയോ. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കാണുന്നത്. അതേപോലെ തന്നെ അവിടെ വ്യൂ പോയിൻറ്റ്സ് ഇവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ഇനിയൊരു കോട്ടേജാണ്. കണ്ടില്ല, ഈ കോട്ടേജും ഇത് വന്നിട്ട് വുഡ് കൊണ്ടുള്ളതാണ്. അതും തമ്മിൽ കണ്ടില്ല ഡിഫറൻസ്. റേറ്റും അതുപോലെ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതുപോലെയുള്ള കോട്ടേജസിന് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. ഇനി ഈവൻ റിസപ്ഷൻ്റെ അടുക്കലൊക്കെ നല്ല വലിയ സെയിം ഇതേമാതിരിയുള്ള റിസോർട്ട്സ് ഉണ്ടായിരുന്നു, കോട്ടേജസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് നടന്നു വന്നപ്പോൾ എന്താ പറയുക, ഈ സൈഡിൽ ഫെൻസ് കാണുന്നുണ്ടോ, ആ ഫെൻസിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീൽസിനെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോയ ടൈമിലുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ ഇടണില്ല. കുഞ്ചു ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു റിസോർട്ടിൽ. ആക്ച്വലി കുഞ്ചുവിന് വേണ്ടിയിട്ട്, അവൾക്ക് സ്വിമ്മിംഗ് പൂളിന് വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. നന്നായി സ്വിം ചെയ്യുമോള്. നമ്മളുടെ ഇവിടെ അപ്പാർട്ട്മെൻറ്റിലും ഉണ്ട് സ്വിമ്മിംഗ് പൂള്. അത് ഇപ്പോൾ 2 days ഓപ്പൺ ആവും. അത് ഓൺലി 2 months, ഏപ്രിൽ മെയ് 2 months ഓപ്പൺ ചെയ്യാറുള്ളൂ. എന്താ പറയുക, നമ്മുടെ സമ്മർ ടൈമിൽ മാത്രം തന്നെ. ഇതുവഴി ഇപ്പോൾ നമ്മൾ പോണത് എവിടേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോണത് കേട്ടോ. ഇത്രയും ഏക്കറിലാണ് ഉള്ളത്. ഇതുവഴി എല്ലാം കുറേ റോഡുകളുണ്ട്, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ പോകാൻ പറ്റും. അപ്പോൾ ഇതുവഴി നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇത് ഇനി ഒരു കോട്ടേജ്. ഞങ്ങൾ സ്റ്റേ ചെയ്തതും ഇതേമാതിരിയുള്ള ഒരു കോട്ടേജിൽ തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അപ്പോഴേക്കും ഞാൻ ആ വെയിലത്ത് ടയർഡായി പോയപ്പോഴേക്കും വീഡിയോ എടുത്തില്ല. ആക്ച്വലി ഞങ്ങൾ താമസിച്ച കോട്ടേജിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും റെസ്റ്റോറൻറ്റ് വന്നിട്ടും 2 ഉണ്ട്. ഉള്ളിൽ ക്ലോസ്ഡ് ആയിട്ടുള്ളത് AC ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വെളിയിൽ ഇതുപോലെ ഓപ്പൺ ആയിരുന്നു കഴിക്കണമെങ്കിൽ അങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റും.
പിന്നെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ കുറേ നടന്ന് 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 കുറേ ടൈം പാസ് ചെയ്തു കേട്ടോ. എനിക്ക് എത്ര നടന്നാലും മടുക്കുകയില്ല. എസ്പെഷ്യലി ഇതുപോലെയുള്ള ഇത് ഫുൾ ഗ്രീനറി, ഫുൾ ട്രീസ്, നല്ല ഷാഡോ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. ഇത് ആ കാണുന്നതായിരുന്നു റെസ്റ്റോറൻറ്റ് കേട്ടോ. ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലൂടെ വെറുതെ മുമ്പിലേക്ക് കുറച്ച് നടന്നു. അവിടെ വന്നിട്ട് അഡ്വഞ്ചർ പാർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും കുറച്ചൊക്കെ ഐറ്റംസ്, സ്വിങ്സ്, വലിയ ഊഞ്ഞാലുണ്ട്, ചെറിയ ചെറിയ സ്വിങ്സ്, കുട്ടികൾക്ക് പാർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. കണ്ടില്ലേ, കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഈ ഈ കോട്ടേജസും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, എത്ര ഭംഗി. ആക്ച്വലി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇതായിരുന്നു കണ്ടത്. പിന്നെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് അങ്ങനെ ഏതെന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതൊക്കെ ബുക്കായിരുന്നൊന്നും അറിയില്ല. അതേ സെയിം പ്ലേസ് നൈറ്റിൽ നോക്കൂ, അതിൻ്റെ വ്യൂ കണ്ടോ, എത്ര ഭംഗിയായിട്ടുണ്ടല്ലേ കാരണം ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും സെയിം ഇപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ച അതേ കോട്ടേജസാണിത്. അതന്നെ നൈറ്റിൽ വന്നിട്ട് കുറേ സമയം ഞങ്ങൾ നൈറ്റൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്തൊരു റിസോർട്ടായിരുന്നു.